സ്നേഹപൂർവ്വം ഷാമ സീരിയലിൻ്റെ ലേറ്റസ്റ്റ് എപ്പിസോഡിൻ്റെ പ്രമോ റിവ്യൂയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ രാധികേനെ ഷാമിനെയും കുറിച്ചുള്ള എന്തെങ്കിലും വിവരം മ്യൂസിക് സ്കൂളിൽ നിന്ന് കിട്ടുമോ എന്നറിയാനായിട്ട് സോണിയ അവിടെ എല്ലാം അന്വേഷിക്കുവാണ്. അവിടെയുള്ള കുട്ടികളോടൊക്കെയും രാധികേനെ ഷാമിനെയും കുറിച്ച് എന്തെങ്കിലും വിവരം ഉണ്ടോ എന്നൊക്കെ തിരക്കുകയും അവരിപ്പോൾ എന്താ വരാത്തതെന്നും എവിടെയാണ് താമസിക്കുന്നതെന്നൊക്കെ ചോദിച്ചറിയാൻ ശ്രമിക്കുന്നൊക്കെ ഉണ്ട് കേട്ടോ. എന്നാൽ കുട്ടികൾക്കൊന്നും അറിയില്ല എന്ന് പറയുവാണ്. ഈ സമയം അമൃതയെ കാണുന്നതും സോണി അവിടെ നിന്നും ഓടി രക്ഷപ്പെടാനും ശ്രമിക്കുന്നുണ്ട്. അങ്ങനെ രാധികയും ഫിദയെ അന്വേഷിച്ച് മറ്റൊരു സ്ത്രീയും വന്നു എന്ന് ഒരു കുട്ടി അമൃതയോട് പോയി പറയുവാണ് കേട്ടോ. അങ്ങനെ അതാരാണെന്ന് അറിയാനായിട്ട് അവിടെ എല്ലാം അന്വേഷിക്കുന്നുണ്ട് അമൃത. അപ്പോഴേക്കും സോണി അവിടെ നിന്ന് കടന്നു കളഞ്ഞിട്ടുണ്ടാവും. ഇതേസമയം ഷാമയുടെ മോളെക്കുറിച്ചുള്ള എന്തെങ്കിലും വിവരം കിട്ടുമോയെന്നറിയുള്ള പ്രതീക്ഷയിൽ കാത്തിരിക്കുവാണ് കേട്ടോ ഐശ്വര്യ. അങ്ങനെ ഐശ്വര്യയുടെ മുമ്പിലേക്ക് അന്വേഷിക്കാൻ പോയ സോണി തിരിച്ചെത്തുവാണ്. മ്യൂസിക് സ്കൂളിൻ്റെ അവിടെ നിന്നും ഒരു വിവരം കിട്ടിയില്ലെന്ന് കേൾക്കുന്നതും ഐശ്വര്യക്കാണെങ്കിൽ ഭ്രാന്തളകിയതുപോലെ അവരോട് ദേഷ്യപ്പെടുകയും ഓരോന്നൊക്കെ കാട്ടിക്കൂട്ടുകയും ചെയ്യുന്നുണ്ട് കേട്ടോ. അതെല്ലാം കണ്ട് ഭയന്നിരിക്കുവാണ് സോണിയും മാലതിയൊക്കെ. പിന്നീട് കാണിക്കുന്നത് പ്രിയങ്ക രാധികയുടെ തലി പൗച്ചിലിട്ടെന്ന് വിചാരിച്ച് വീട്ടിൽ നിന്ന് ഇറങ്ങിയിരിക്കുവാണ്. എന്നിട്ട് നേരെ ചെല്ലുന്നത് ഒരു കൊളക്കടവിലേക്കാണ് കേട്ടോ. ഈ സമയം അവിടെ നിന്ന് ആ പൗച്ചും കൈ പിടിച്ച് പ്രിയങ്ക പറയണേ, എൻ്റെ ജീവിതത്തിലുള്ള ഈ താലി എന്ന് പറഞ്ഞ കുരുക്ക് ഇന്നത്തോടെ തന്നെ ഇല്ലാണ്ടാകുവാണ്. ഇനി എൻ്റെ ജീവിതത്തിൽ ഒരു പ്രശ്നം ഉണ്ടാവില്ല. ഈ താലി എന്നുള്ള കുരുക്ക് എന്നേക്കുമായിട്ട് എൻ്റെ ജീവിതത്തിൽ നിന്ന് ഞാൻ എറിഞ്ഞു കളയാൻ പോകുവാണ്. അങ്ങനെ പറഞ്ഞ് ആ പൗച്ചെടുത്ത് നേരെ വെള്ളത്തിലേക്ക് എറിയുവാണ് കേട്ടോ പ്രിയങ്ക. അങ്ങനെ ഇനി തനിക്ക് പേടിക്കാനൊന്നുമില്ല എന്നുള്ള ആശ്വാസത്തിൽ പ്രിയങ്ക അവിടെ നിന്നും തിരിച്ചു പോകുവാണ്. പിന്നീട് കാണിക്കുന്നത് ബാൽക്കണിയിൽ വന്ന് രാധികയെക്കുറിച്ച് ഓർത്ത് വിഷമിച്ച് നിൽക്കുന്ന വരുണിനെയാണ് കേട്ടോ. ഈ സമയം മുത്തശ്ശി വരുണിൻ്റെ അരികിലേക്ക് ചെല്ലണേ. എന്തായടാ, രാധികയെ കാണാനും സംസാരിക്കാനൊന്നും പറ്റിയില്ലേ? ഇല്ല മുത്തശ്ശി, ആറ്റുവശേരിൽ അയാളില്ല. അവിടെ നിന്നും അയാളുടെ അമ്മയുടെ സംസാരത്തിൽ നിന്ന് മനസ്സിലായത് ഫിദ മാഡത്തിൻ്റെ ഒപ്പം ഉണ്ടെന്നാ. അത് ശരിയുമാണ്. ഞാൻ മ്യൂസിക് സ്കൂളിൽ ചെന്നു. രാധിക ഫിദ മാഡം 2-3 ദിവസം അവിടെ വന്നിട്ട് അവിടെയുള്ള അമൃത എന്ന് പറഞ്ഞ മാഡം ഉണ്ടല്ലോ, അവരോട് ഞാൻ ചോദിച്ചു. പക്ഷെ അവരെന്നിൽ നിന്ന് എന്തോ ചില കാര്യങ്ങൾ മറച്ചു വെക്കുന്നുണ്ടെന്ന് എനിക്ക് മനസ്സിലായി. അയാളുടെ ശബ്ദം ഒന്ന് കേട്ടിരുന്നെങ്കിൽ എനിക്ക് ആശ്വാസമായാനെ. ഈ സമയം മുത്തശ്വരനെ സാരമില്ലടാ, എല്ലാത്തിനും വഴിയുണ്ടാക്കാം. ഇവിടെ പത്മിനിയെ നിന്നെക്കുറിച്ചുള്ള പരാതി പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. നിനക്കിപ്പോൾ അമ്മയുടെ പഴയ ഇഷ്ടമില്ല എന്നൊക്കെ എന്നോട് പറഞ്ഞുകൊണ്ടിരിക്കുക. ഞാനാ നിന്നെ ഉപദേശിച്ച് നിലക്ക് നിർത്താത്തതെന്ന്. അതായിപ്പോൾ അവളുടെ കണ്ടുപിടുത്തം. അന്നേരം വരൺ പറയണേ, അമ്മയോട് എനിക്ക് സ്നേഹമുണ്ട് മുത്തശ്ശി. അതുകൊണ്ടല്ലേ ഞാനും രാധികയും കൂടി ഒന്നിച്ചിവിടുന്ന് പാടി ഇറങ്ങാൻ തുടങ്ങിയപ്പോൾ അമ്മക്ക് അങ്ങനെ സംഭവിച്ചു കാരണം ഞാൻ അയാൾക്കൊപ്പം പോകാഞ്ഞത്. അത്രയൊക്കെ ചെയ്തിട്ടും അമ്മ എന്നെ മനസ്സിലാക്കുന്നില്ലല്ലോ, അതാ എൻ്റെ വിഷമം. അങ്ങനെ പറഞ്ഞാൽ വരൺ സങ്കടപ്പെട്ട മുത്തശ്ശിയോട് തൻ്റെ മനസ്സിലുള്ള വിഷമങ്ങളെയൊക്കെ കുറിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. പിന്നീട് കാണിക്കുന്നത് റൂമിലെത്തുന്ന വരുണിനെയാണ് കേട്ടോ. അങ്ങനെ വരൺ റൂമിലെത്തി അവിടെ കട്ടിലിരിക്കുന്നതും വരുണിൻ്റെ കാലിൽ തട്ടി ആ താലി മുമ്പിലേക്ക് വരുവാണ്. അങ്ങനെ ആ താലി വരൺ തൻ്റെ കയ്യിലേക്ക് എടുക്കുവാണ് കേട്ടോ. അപ്പോൾ ഇതൊക്കെയാണ് ലേറ്റസ്റ്റ് എപ്പിസോഡിൻ്റെ പ്രൊമോയിൽ കാണിക്കുന്നത്. ഈ ഒരു പ്രൊമോ റിവ്യൂ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ മറക്കാതെ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യണേ. ഇതുപോലുള്ള കൂടുതൽ റിവ്യൂസിനായിട്ട് ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തും കൂടി സപ്പോർട്ട് ചെയ്യണേ. താങ്ക് യു.